എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹനുമാൻ ചാലീസയുടെ എഴുതി വന്നതിൻ്റെ ഒരു സന്ദർഭമാണ്. ഹനുമാൻ ചാലീസ ഇപ്പോൾ നന്നായിട്ട് എല്ലാവരും അതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കേരളീയർക്ക് ഇതിനെപ്പറ്റി അധികം അറിവുണ്ടായിരുന്നില്ല. നോർത്തിൽ ഹനുമാൻ ചാലീസ അറിയാത്ത ആൾക്കാർ കുറവാണ്. ഹിന്ദു ആയിട്ടുള്ളവർ മിക്കവരും ഹനുമാൻ ചാലീസ അറിയും, അവർ ചൊല്ലുകയും ചെയ്യും. അമ്പലങ്ങളൊക്കെ നിത്യേന ചൊല്ലാറുണ്ട്. ഇവിടെ അത്ര പ്രാധാന്യം അതിന് കൊടുത്തിട്ടില്ല ഹനുമാൻ ചാലീസയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മുഖവുര ആദ്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് അതിന് ഹനുമാൻ ചാലീസ എന്ന് വെച്ചാൽ 40 വരികളുള്ള, ഈ 2 വരികളുടെ 40 വരികളുള്ള ഒരു ശ്ലോകമാണത് മുഴുവൻ. അപ്പോൾ അത് എഴുതാനുണ്ടായ കാരണം, ആരാണ് എഴുതിയത്, എപ്പോൾ എഴുതി, ഏത് ഭാഷയിലാണ് എഴുതിയത്, അപ്പോൾ അതിനെപ്പറ്റി ഞാനുള്ളൊരു മുഖവുര പറയാൻ ഉദ്ദേശിക്കുകയാണ് ആദ്യം. അപ്പോൾ ഇത് ഹനുമാൻ ചാലീസ എഴുതുന്നത് സന്ത് തുളസിദാസാണ്, ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു ഗുരുവര്യൻ്റെ പോലെ, അല്ലെങ്കിൽ നല്ലൊരു സന്യാസിയായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ഭക്തിയുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ പറയാം. സന്ത് തുളസിദാസ് സന്താണ് അയാൾ. സന്ത് എന്ന് വെച്ചാൽ നല്ല സത്യം മാത്രം, സത്യം വദ ധർമ്മം ചര, അതുകൊണ്ട് ആ ഒരു തത്വത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ പേരാണ് സന്ത് തുളസിദാസ്. അപ്പോൾ ഈ തുളസിദാസ് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അക്ബർ രാജാവായിരിക്കുന്ന സമയത്ത്, ബാദ്ഷാ അക്ബർ, അദ്ദേഹം രാജാവ് അല്ലെങ്കിൽ ബാദ്ഷാ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ തുളസിദാസ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ സന്ത് തുളസിദാസ് ആൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ആ നാട്ടിലത്തെ ആ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പെണ്ണ് വന്ന് ഗുരുജിയുടെ ആ സന്ത് തുളസിദാസിൻ്റെ കാല് തൊട്ട് വന്ദിച്ചപ്പോൾ അദ്ദേഹം ആശീർവാദം കൊടുത്തു. അത് എല്ലാവർക്കും നമുക്ക് കൊടുക്കുന്ന ഒരു രീതിയിൽ ആളും പറഞ്ഞു, എന്നും സൗഭാഗ്യവതിയായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, തുളസിദാസ് ജി എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചത് ബുദ്ധിമുട്ടായി പോയല്ലോ, കാരണം എൻ്റെ ഭർത്താവ് അവിടെ മരിച്ചു കിടക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗുരുജിയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാകെ ബുദ്ധിമുട്ടായി. കാരണം സത്യം വദ ധർമ്മം ചര എന്ന വാക്ക്, അതിൻ്റെ അർത്ഥത്തിൽ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ വായേന്ന് എന്താണോ വരുന്നത് അത് എപ്പോഴും സത്യമേ ആവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം സന്ത് തുളസിദാസ് ഇവർക്ക് ആശീർവാദം കൊടുക്കുകയും ചെയ്തു. അവിടെ അവരുടെ ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറ്റി? അപ്പോൾ തുളസിദാസ് പറഞ്ഞു, അതെന്താ അങ്ങനെ? അപ്പോൾ നിൻ്റെ ഭർത്താവ് എവിടെ മരിച്ചു കിടക്കുകയെന്ന് ചോദിച്ചു. അങ്ങനെ അവൾ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അവരെ ദഹിപ്പിക്കാനുള്ള പരിപാടികൾക്ക് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അവിടെ ചെന്ന് സന്ത് തുളസിദാസ് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് രാമ 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 രാമഭജനം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ചൊല്ലിയപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ജീവനോടെ എണീറ്റ് വന്ന് അവളുടെ ഭർത്താവ് അവൾക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു. ഈ സംഭവം ആ നാട്ടിൽ നടന്നത്. നാട്ടിൽ നടന്നപ്പോൾ ഇത്രയും വലിയൊരു സംഭവമല്ലേ, ഒരാൾ മരിച്ചോളെ ആൾ ജീവിച്ചു വന്നു. അപ്പോൾ ആ നാട്ടിൽ മുഴുവൻ അത് എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങി. അങ്ങനെ ചർച്ച ചെയ്ത് ഈ സംഭവം അക്ബർ ബാദ്ഷാൻ്റെ കാതിലും എത്തി. അപ്പോൾ അക്ബർ ബാദ്ഷാ ഇങ്ങനത്തെ ഒരാൾ, ഒരു മരിച്ച ആൾ ജീവിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടോ? അപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു, എനിക്ക് കാണണമല്ലോ അയാളെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭടന്മാർ ചെന്ന് സന്ത് തുളസിദാസിനോട് പറഞ്ഞു, അങ്ങനെ രാജാവ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. തുളസിദാസ് പാവം അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നീ ചെയ്തത് എന്താണ്, അത് എനിക്കും ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഈ രാമ രാമ എന്നുള്ള പറഞ്ഞു, അപ്പോൾ ഈ രാമനെ എനിക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ തുളസിദാസ് പറഞ്ഞു, അങ്ങനെ പറ്റില്ല രാജാവേ, കാരണം അങ്ങ് രാമനെ ഭജിച്ചാലേ രാമനെ കാണാൻ പറ്റുള്ളൂ, അങ്ങ് ഒരു രാമഭക്തനല്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ കാണിച്ചു തരാൻ പറ്റും? അപ്പോൾ പറയും, അങ്ങനെയല്ല, ഞാൻ ഇവിടുത്തെ ബാദ്ഷാ അല്ലേ, അപ്പോൾ എനിക്ക് കണ്ടേ പറ്റുള്ളൂ, നീ എനിക്ക് കാണിച്ചു തരണം എന്നറിയും. അപ്പോൾ തുളസിദാസ് വീണ്ടും പറഞ്ഞു, എനിക്കത് സാധ്യമല്ല, അതിനൊന്നില്ലെങ്കിൽ അങ്ങ് രാമനെ ഭജിക്കാൻ തുടങ്ങും, അപ്പോൾ അങ്ങക്കും ഈ ശ്രീരാമനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ആളതിനൊന്നും തയ്യാറായില്ല. അപ്പോൾ പറഞ്ഞു, ഇയാളെ കൊണ്ട് ജയിലിലടക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ തുളസിദാസ് ജീനെ ജയിലിൽ കൊണ്ടിട്ടു. അപ്പോൾ തുളസിദാസ് ജി അതും സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ തുളസിദാസ് ജി ജയിലിൽ കയറുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്താണ് തുളസിദാസ് ജി ഈ ഹനുമാൻ ചാലീസ എഴുതുന്നത്.
അപ്പോൾ ഈ അവിടെ ആ പ്രദേശം നോർത്തിൽ ആ ഏരിയയിലൊക്കെ കുരങ്ങുകൾ ഭയങ്കര നല്ലതായിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ അവർ ശല്യമൊന്നും ചെയ്യില്ല. അവരിങ്ങനെ ഓടി നടക്കും, എല്ലാവരും വീട്ടിലും വരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് ശല്യമൊന്നുമില്ല. അങ്ങനെ ഉള്ള അങ്ങനത്തെ ഒരു സ്ഥലം. അങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് തുളസിദാസ് ജി ഹനുമാനെ പറ്റിയിട്ടുള്ള ഈ ശ്ലോകം എഴുതുകയാണ്. അപ്പോൾ ഇത് എഴുതുന്നത് അവധി ഭാഷയിലാണ്. അവധി ഭാഷ എന്ന് വെച്ചാൽ ഒരു ഹിന്ദിയിൽ തന്നെ, പക്ഷെ അതിലൊരു ചെറിയ ഒരു ഇത്തിരി അശുദ്ധി എന്ന് പറയാം അതിന്. പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ ശരിക്കും പ്രൊണൗൺസിയേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ വന്ന് പകരം അവർ ഭ എന്നേ പറയുള്ളൂ. അവർക്ക് വ എന്നുള്ള അക്ഷരം ഇല്ല. അപ്പോൾ ബൽവീർ എന്നുള്ളതിന് അവർ പറയുള്ളൂ ബൽബീർ എന്നേ പറയുള്ളൂ. അപ്പോൾ വ എന്ന് പകരം എല്ലാം ഭ എന്നേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഇതുള്ളത്. പക്ഷേ ഹിന്ദി തന്നെയാണ്. ഹിന്ദിയിലെ പോലെ തന്നെ ആ ഭാഷേനെ അവധി ഭാഷ എന്നാ പറയാം. അപ്പോൾ ആ ഭാഷയിലാണ് ഹനുമാൻ ചാലീസ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഹനുമാൻ ചാലീസ എഴുതി തുടങ്ങിയപ്പോൾ അവിടെ എപ്പോഴും ഒരു വയസ്സായ ഒരു കുരങ്ങൻ വന്ന് ഇരുത്തി ആ ജയിലിൻ്റെ അവിടെ അടുത്ത് വന്നിരിക്കും. ഇങ്ങനെ എഴുതുന്നത് നോക്കി ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ എന്നും തുളസിദാസ് ഇങ്ങനെ എഴുതി അതങ്ങനെ 10-40 വരി ഒരു ദിവസം എഴുതി അത് മുഴുവനാക്കിയിട്ട് അദ്ദേഹം അത് ചൊല്ലി. സ്വയം ആളെഴുതിയതാണല്ലോ, അത് തന്നെ ചൊല്ലി. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള ഈ കുരങ്ങ് അവിടെ എപ്പോഴും ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ അത് മൊത്തം എഴുതി കഴിഞ്ഞ് തുളസിദാസ് അത് ചൊല്ലിയത് കേട്ടതിന് ശേഷം ഈ കുരങ്ങൻ അവിടെ നിന്ന് പോയി. പിന്നെ ആ കുരങ്ങൻ അവിടെ വന്നിട്ടില്ല. ഇത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ പ്രദേശത്തുണ്ടായ കുരങ്ങുകൾ മുഴുവൻ ആ കൊട്ടാരത്തിൽ വന്ന് ഭയങ്കര ശല്യം. ഭടന്മാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അടുക്കളയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെണ്ണുങ്ങളുടെ കുരങ്ങന്മാരെ കൊണ്ട് ശല്യത്തോട് ശല്യം. ഒരു കണക്കിന് അവർ ഓടിക്കുന്നില്ല, അവർ പോണില്ല, അവർ പ്രശ്നങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജാവിൻ്റെ കിടപ്പുമുറിയിലൊക്കെ കുരങ്ങുകളുടെ ശല്യം കൊണ്ട് പ്രശ്നമായി. അപ്പോൾ ഇത് ഒരാൾ പറഞ്ഞു, ഇത് വെറുതെ അല്ല ഇങ്ങനെ എന്താ സംഭവിക്കുന്നത്, ഇത് സന്ത് തുളസിദാസിനെ ജയിലിൽ അടച്ചൊരു കാരണം കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുളസിദാസിനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഈ ശല്യം തീരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അതനുസരിച്ചു. കാരണം വേറെ ഇതിൽ എന്ത് ചെയ്തിട്ട് ഈ കുരങ്ങന്മാർ പോണില്ല അവിടെ നിന്ന്. അങ്ങനെ സന്ത് തുളസിദാസിനെ ജയിൽവാസത്തിൽ നിന്ന് മുക്തനാക്കി തുളസിദാസിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതോടൊപ്പം തന്നെ ഈ കുരങ്ങന്മാരെല്ലാവരും അവിടെ നിന്ന് പോയി അവരുടെ ശല്യമെല്ലാം ഒഴിഞ്ഞു. അപ്പോൾ അതാണ് ശ്രീ ഹനുമാൻ ചാലീസ എഴുതാനുള്ള സാഹചര്യം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഹനുമാൻ ചാലീസ എഴുതിയതിൻ്റെ ഓരോ വരിയായിട്ട് അതിൻ്റെ വേർഡ് ടു വേർഡ് മീനിങ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി.